രക്ഷ നമ്മളെല്ലാം ഹൈപ്പ് കൊടുത്താണ് ഇത്ര നെഗറ്റീവ് എന്നിട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ല. നല്ല കിടിലം പടം, സീരിയസ് ആയിട്ട് പറയുന്നത്. ഹൈപ്പ് കൊടുക്കാതെ കാണാം. ലോകേഷ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഹൈപ്പ് കൊടുത്ത് കാണാൻ വേണ്ടിയാ. കിടിലം പടം, ഹൈപ്പ് കൊടുക്കാതെ കണ്ടാൽ നമുക്ക് വർക്കാവും. ബ്രോ എന്ത് നെഗറ്റീവ് ആണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ തന്നെ എത്ര മൂവ്മെന്റ് ഉണ്ട് ഗൂസ് ബംസ് അടിക്കാൻ വേണ്ടി. അത്രയും കിടിലം പടം. ഹൈപ്പ് കൊടുക്കാതെ കാണുക. പൊളി സിനിമ, സൂപ്പർ. ആ 15 മിനിറ്റ് റോളുള്ളൂ, പക്ഷേ കിടിലായിട്ട് സെറ്റ് ചെയ്യട്ടെ. എന്തിനാണ് ഇത്ര നെഗറ്റീവ് പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ കിടിലം, ഹൈപ്പ് കൊടുക്കാതെ കണ്ടാൽ പടം വർക്കാവും. സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. OTT കണ്ടിട്ട് കാര്യമില്ല, തിയേറ്ററിൽ തന്നെ കാണണം. മസ്റ്റ് വാച്ച്, കണ്ടിരിക്കണം. സൂപ്പർ സിനിമയായിരുന്നു. രജനീകാന്ത് നല്ലപോലെ മാസ്സായിട്ട് അങ്ങനെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് മൊത്തം അടിയും ട്വിസ്റ്റൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. മാസ്. അമീർ ഖാൻ്റെ എൻട്രി ലാസ്റ്റാണ് വന്നത്, പക്ഷേ വന്നത് ഫുള്ള് ട്വിസ്റ്റാക്കി. ഞാൻ രണ്ടാമത്തെ ഓക്കെ ആണ്. ലോകേഷ് ഒരു ആവറേജ് ലോകേഷിൻ്റെ പടം എന്ന് പറയില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ബോറായിട്ട്. ആ പേട്ടയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അത്രയ്ക്കൊരു ഇത് വന്നായിട്ട് തോന്നി. നൈസ് കൊള്ളായിരുന്നു, മൊത്തത്തിൽ കൊള്ളാം. അങ്ങനെ മോശമെന്ന് പറയാനായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു രജനി ഫാൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. വീണ്ടും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് വന്നത്. കുഴപ്പമില്ല, ഒന്നുകൂടി കാണാം. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോശമൊന്നും തോന്നിയില്ല. വൺ ടൈം നല്ലായിരുന്നു. കൂലി കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ ഇത്ര നെഗറ്റീവ് പറയാനായിട്ട് അതിൽ എന്തോന്ന് പറഞ്ഞാൽ, പക്ഷേ കൊള്ളാം, സിനിമ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. 2 വട്ടം കാണാൻ പറ്റും. 2 വട്ടം കാണാൻ പറ്റും. അമീർ ഖാൻ്റെ റോൾ ലാസ്റ്റ് ആയിരുന്നു, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഇത് വന്നിട്ടില്ല. അമീർ ഖാൻ്റെ ശ്രുതി ഹാസനൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. അത് നമുക്ക് സ്റ്റോറി ഒരു ഓൾമോസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് പോകാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെയാണ് പുള്ളി. സോ ഓക്കെ, നല്ല മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാം. നല്ല മ്യൂസിക്, 3 മണിക്കൂർ മ്യൂസിക് പിടിച്ചിരുന്നു ഉറപ്പായിട്ടും. കാരണം മ്യൂസിക് ഒരു രക്ഷയില്ല. ബാക്കി മൂവി പ്രെഡിക്റ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ കുറച്ച് റീൽസ് പോലെ തോന്നും. ആക്ഷൻ, കഥ ഓക്കെയാണ്. കഥ ഫസ്റ്റ് ഹാഫ് കണ്ടാൽ മനസ്സിലാവില്ല, സ്റ്റോറി ഫുള്ള് ഇരുന്ന് കാണണം, മനസ്സിലാവും. റിവ്യൂസ് പറയുന്ന കണക്കൊന്നുമല്ല, കൊള്ളായിരുന്നു. റിവ്യൂ കണ്ട് വരണമെന്നല്ല, ലൈക്ക് ചില റിവ്യൂസൊക്കെ വരണം. നല്ല പടമാണ്, നല്ല സിനിമ, കാണാൻ നല്ല രസമുണ്ട്. നല്ല സമയവും നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. രജനീകാന്തിൻ്റെത് എല്ലാ ഇതിൻ്റെ നല്ല ഇതായിട്ടുണ്ട്. അത്രയ്ക്കില്ല സാർ, നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, പക്ഷേ ലോകേഷിൻ്റെ അത്രയും വന്നില്ല. പക്ഷെ എന്നാലും ഇത് കാണാൻ കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ്. നെഗറ്റീവ് അടിക്കാൻ മാത്രം നമുക്ക് കാണാം. വൺ ടൈം വാച്ചബിൾ ആണ്, കാണാം. നെഗറ്റീവ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമില്ല. ആക്ടിങ് ഒക്കെ എല്ലാവരുടെയും കൊള്ളാം. ആക്ടിങ് പറയാം, എല്ലാവരുടെ ആക്ടിങ് നല്ല രസമുണ്ട്. നല്ല മൂവിയാണ്, കുഴപ്പമില്ല. അമീർ ഖാൻ്റെ എൻട്രി കൊള്ളാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഹൈപ്പ് ഇല്ല, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ കുഴപ്പമില്ല. ஓகே நல்லா இருக்கு. முந்தின படமாக இருக்குது, அதான் நல்லா இருக்கும். இல்லை, அது வேறு ஸ்டோரி. இது ஒரு ரஜினி படம், தலைவர் படம், அதனால் அது கமர்ஷியலாக இருக்கும். படம் ஓகே. சௌபின் எல்லாம் நல்லா ஆக்ட் பண்ணிங்க. எல்லா ஆக்டருமே நல்லா ஆக்ட் பண்ணியிருக்காங்க. நார்மலாக லோகேஷ் கனகராஜ் படம்னு பார்த்தா இருக்காது, பட்டு நார்மல் ரஜினி படம். எக்ஸ்பெக்டேஷன் இல்லாமல் போனால் ஓகே. எக்ஸ்பெக்டேஷன் இல்லாமல் போனால் ஓகே.